ായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാൻ സുരക്ഷിതരായി റമദാനിലേക്ക് പ്രവേശിക്കാനും റമദാനിനെ സുരക്ഷിതമായി നമ്മിലേക്ക് വരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. തങ്ങളങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ സല്ലിം റമദാന ലനാ വസല്ലിംനാ ഇലാ റമദാൻ. നമ്മൾ സുരക്ഷിതരായി റമദാനിലേക്ക് എത്തണം. നമ്മൾ റമദാനിലേക്ക് സുരക്ഷിതരായി എത്തുക എന്ന് പറയുന്നത് റമദാനിൻ്റെ മുമ്പ് നമ്മുടെ അമലുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ആത്മാവിന് മുറിവ് ചെയ്യുന്നതാവരുത്. മുറിവ് പറ്റിയിട്ട് റമദാനിലേക്ക് കിടക്കരുത്. തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്, കണ്ണ് തീരെ നിയന്ത്രണമില്ലാതെ പോവാണ്, നമ്മുടെ ചിന്തകൾ നിയന്ത്രണമില്ലാതെ പോവാണ്. അങ്ങനെ ആവരുത്. അല്ലാഹുമ്മ സല്ലിംനാ ലി റമദാൻ ഇലാ റമദാൻ വസല്ലിം റമദാന ലനാ. അത് റമദാനെ പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നൊരു ദുആയാണ്. അല്ലാഹുവേ, ഞങ്ങളെ റമദാനിലേക്ക് സുരക്ഷിതമാക്കി എത്തിച്ചു തരണമേ, റമദാനിനെ ഞങ്ങളിലേക്കും സുരക്ഷിതമാക്കി എത്തിച്ചു തരണമേ. ഇപ്പോൾ വിശുദ്ധ റമദാൻ വരികയും റമദാനിൽ എന്തെങ്കിലും ഫിത്നകൾ അത് നോർമലി ഉണ്ട്. കാരണം പിശാച്ചിൻ്റെ വലിയ വലിയ അഫരീത്തുകളായ പിശാച്ചുക്കളെയാണ് പിടിച്ചു കെട്ടേണ്ടതെന്നാണ്. ജൂനിയർ പിശാച്ചുകൾ അപ്പോഴും ഉണ്ടാവുന്നതാണ്. പിന്നെ മനുഷ്യൻ്റെ ശരീരവും. അതുകൊണ്ട് തന്നെ മാക്സിമം ഡിസ്ട്രാക്ഷൻ റമദാനിൻ്റെ സമയത്ത് വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ, ചില്ലറ വിഷയങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതുള്ളൂ. നേരെ മറിച്ച് പല അറബി രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പല വിഷയങ്ങളും വെച്ചാൽ റമദാനിൽ സ്പെഷ്യലായിട്ട് സീരിയലുകൾ വരും. റമദാൻ മാത്രമായിട്ട് ചില ഫിലിമുകൾ ഇറങ്ങും. എന്ന് പറഞ്ഞാൽ ആളുകളെ ആ ഒരു സമയത്ത് അതിലേക്ക് എൻഗേജ് ആയി പോകും. ആ സമയത്തേക്ക് മനുഷ്യൻ്റെ സമയം പിന്നെ കളി കാണാനും പിന്നെ ഉറക്കം ഒഴിച്ച് വെറുതെ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് റമദാനിന് മുറിവ് വരുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ആണ് കിടക്കുന്നത്. അതങ്ങ് പൂട്ടിവെച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സോഷ്യൽ പ്രോബ്ലമായിട്ട് ഇത് വരാറില്ല. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി ഓരോരുത്തരും വളരെ അൺനെസറിയായ നിസ്സാരമായ വിഷയങ്ങൾ വിവാദങ്ങളും ചർച്ചകളുമാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് റമദാൻ മുറിവ് പറ്റാതെ നമുക്ക് ലഭിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. നമുക്ക് മുറിവ് പറ്റാതെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും വേണം. അതായത് നമ്മുടെ നിസ്കാരം കൃത്യമാണ്, നമ്മുടെ വാക്കുകൾ കൃത്യമാണ്, നമ്മുടെ അമലുകൾ കൃത്യമാണ്, നമ്മുടെ ലക്ഷ്യം കൃത്യമാണ്. നമ്മൾ റമദാന് ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെയാണ് റമദാനിലേക്ക് കയറി ചെല്ലുമ്പോൾ. ഒരു വിവാഹത്തിന് പുതിയാപ്പിള വരുന്ന നേരത്ത് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടും കാലിന് വെച്ചിട്ട് വടിയും കുത്തി വരികയാണെങ്കിൽ ആ അവസ്ഥ എന്താണ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എല്ലാവരും പറയില്ല, എന്തേപ്പാ പുതിയാപ്പിളക്ക് പറ്റിയത്, ഈ ദിവസം എങ്ങനെയല്ലല്ലോ വരേണ്ടത്, എങ്ങനെ ഉഷാറിൽ വരേണ്ടതാ. അപ്പോൾ അവന് വടിയും കുത്തിപ്പിടിച്ച് സ്ട്രെച്ചറിലൊക്കെ അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ വരുന്നത് എന്തേ, അവൻ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് കാണും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഉദാഹരണം പറഞ്ഞു, അതുപോലത്തെ ഒരു വരവ് റമദാനിലേക്ക് നമ്മൾ വരരുത്. എങ്ങനെ? നമ്മുടെ അമലുകൾക്ക് മുറിവ് പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റജബിലും ഷഅബാനിലും ഈ 2 മാസം അല്ലാഹു തആല നൽകുന്നത് ഒരുങ്ങാനാണ്. അതുവരെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരുങ്ങാൻ കഴിയില്ല. ഇപ്പം ഷഅബാൻ ആയിക്കഴിഞ്ഞാൽ റമദാനും കിട്ടി എത്തട്ടെ, ഞാനതാ റെഡി ടു റേസ്, ഞാനത് മുസ്തഇദ് ലിൽ ഇൻതുലാഖ്, ഓട്ടപ്പന്തയത്തിന് റെഡിയായി നിൽക്കുകയാണ്. റമദാനിൻ്റെ ആ ഒരു നിലാവങ്ങ് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ എൻ്റെ ജീവിതം പിന്നെ ഇന്നലത്തെ ദിവസമല്ല, എൻ്റെ ദിവസം ഇനി വേറെയാണ്. എൻ്റെ വാക്കുകൾ, എൻ്റെ കൂട്ടുകാർ, ഇതൊക്കെ മാറും റമദാൻ കഴിയുന്നവരെ. അതിനപ്പുറത്തേക്ക് മാറണം. പക്ഷേ റമദാനിൽ നമ്മൾ അള്ളാഹു നൽകുന്നൊരു പ്രിപ്പറേഷൻ ടൈമാണ് എവരി ഇയർ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. ഈ ആണ്ട് അല്ലെങ്കിൽ പിന്നെ വാർഷികം എന്ന് പറയുന്നൊരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയത്തിൽപ്പെട്ടതാണ്. കാരണം ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ഈ പ്രപഞ്ചം പടച്ച നാൾ മുതൽ തന്നെ 12 മാസങ്ങളായിട്ടാണ് ഒരു വർഷത്തെ അല്ലാഹു നിശ്ചയിച്ചത്. ആ 12 മാസങ്ങൾ കഴിയുന്നതോടുകൂടെ അവിടെ ഒരു സൈക്കിൾ പൂർത്തിയാവുകയാണ്. പിന്നെ അടുത്ത സൈക്കിൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ഓരോന്നിനും അള്ളാഹു ഒരു റിഫ്ലക്ഷൻ ടൈം വെച്ചതാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആയുസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തികളുടെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്.
അതിലിപ്പോൾ കുട്ടിക്കാലം കഴിച്ചാൽ പിന്നെ കിട്ടുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു 70 വയസ്സെന്ന് 15 കുറച്ച് എത്രയാവും? പിന്നെ 55 അല്ലേ? 55 വർഷമൊക്കെ ഒരു മനുഷ്യന് തക്ലീഫിൻ്റെ കാലഘട്ടമായി കിട്ടുന്നുണ്ടാവുള്ളൂ. ആ കാലഘട്ടത്തിൽ വലിയൊരളവോളം നമ്മൾ ജോലിക്ക്, വിദ്യാഭ്യാസത്തിന്, മറ്റു പിന്നെ ഷോലും ചങ്ങാതിമാരൊക്കെ ആയിട്ട് കറക്കം പിടിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വർഷങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകും. പിന്നെ വളരെ കുറച്ച് നേരമേ ആഖിറത്തിന് വേണ്ടി നമുക്ക് പാക്ക് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. ലഗേജ് റെഡിയാക്കണ്ടേ യാത്ര ചെയ്യാൻ വേണ്ടി? അതിനുവേണ്ടി അള്ളാഹു ഓരോ വർഷവും നമുക്ക് നൽകുന്ന മൗസിമുൽ ഖൈറാത്ത്, നന്മകളുടെ വസന്തമാണ് വിശുദ്ധമായ റമദാൻ. ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു നിഅമത്താണ്. എത്രയോ ആളുകൾ റമദാൻ വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് മരിക്കും, റമദാനിൻ്റെ ആ രാത്രിയിൽ മരിക്കും. തുടങ്ങുന്നുള്ളൂ റമദാൻ, ആ റമദാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇതാ റമദാൻ ആകാൻ പോകുന്നുള്ളപ്പോഴേക്കും ഒരാഴ്ച മുമ്പ് മരിച്ചു, അങ്ങനെ പറയും. അല്ലെങ്കിൽ വിശുദ്ധ റമദാൻ നോമ്പെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതാ, നാളെ റമദാൻ തുടങ്ങുക, തലേന്ന് മരിച്ചു. അള്ളാഹുവിൻ്റെ ഖദറും ഖദാവും അങ്ങനെയാണെങ്കിൽ അതിലൊന്നും നമുക്ക് തിരുത്താൻ കഴിയില്ല. ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ. പക്ഷേ അള്ളാഹുവിനോട് റമദാനുകൾ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് റബ്ബിനോട് ചോദിക്കണം. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. 2 സ്വഹാബിമാർ റസൂലുള്ളാഹി തങ്ങളുടെ അരികത്ത് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്, കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ്. 2 മുസ്ലിമായി. അങ്ങനെ ഒരാൾ ഷഹീദാകുന്നു, കൂട്ടുകാർ ഒരേ കൂട്ടുകാർ, രണ്ടും അടുത്ത കൂട്ടുകാർ ഒരേ ദിവസമാണ് മുസ്ലിമീങ്ങളായത്, കലിമ ചൊല്ലിയത്. ഒരാൾ ഷഹീദായിട്ട് മരിച്ചു, തൊട്ടടുത്ത വർഷം തന്നെ ഷഹീദായി മരിച്ചു. ഈ ആൾ ഷഹീദായിട്ട് വീണ്ടും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ്, ചില റിവായത്ത് 1 വർഷം, അതല്ല 1-ലേറെ വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ കൂട്ടുകാരൻ മരണപ്പെടുകയാണ്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു. കണ്ട സ്വപ്നം എന്താണെന്നറിയോ? മഹാനവറുകളെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോഴേ ഈ 2 കൂട്ടുകാരോടെ വന്നിട്ടുണ്ട്, 2 സുഹൃത്തുക്കൾ, ഒരുമിച്ച് മുസ്ലിമീങ്ങളായ 2 പേര്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വന്നു, ഒരു മുനാദിൻ, ഒരാൾ വന്നു, ഒരു ഏഞ്ചൽ, ഒരു മലക്ക് വന്നു. എന്നിട്ട് കൂട്ടുകാരിൽ 2ാമത് മരണപ്പെട്ട ആളെ ഇങ്ങോട്ട് വരി ഉള്ളിക്കെന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ പടച്ചോനെ, ഇതെന്ത് കഥ? ഷഹീദല്ലേ ആദ്യം പോവേണ്ടത്, ഷഹീദിനല്ലേ കൂലി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വ്യാകുലപ്പെടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷഹീദിനെ വിളിച്ചു, നിങ്ങൾ വരി എന്ന് പറഞ്ഞു. ഒപ്പനെ കൊണ്ടുപോയി. ത്വൽഹ തങ്ങൾ പറയാം, ഞാനിങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരാൾ വന്നിട്ട്, നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് പോയിക്കോ, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. മഹാനവറുകൾ എഴുന്നേറ്റ് നെറ്റി ഉണർന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിലേക്ക് ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഇതെന്താണ് നബിയെ? കാരണം ഷഹീദല്ലേ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആൾ, ഷഹീദായ മനുഷ്യനല്ലേ ആദ്യം സ്വർഗത്തിൽ കിടക്കേണ്ടത്. ഇത് ഷഹീദ് പോകുന്നതിന് മുമ്പ് അയാളുടെ വർഷങ്ങൾ ശേഷം മരണപ്പെട്ട ആളാണല്ലോ ആദ്യം പോയത്. എന്താണതിൻ്റെ പൊരുൾ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ ചോദ്യതാണ്, അലൈസ ഖദ് സ്വാമ ഖദാ വഖദാ? മൂപ്പർ ഒരുപാട് നോമ്പെടുത്തില്ലേ? വഅദ്റക റമളാൻ, മൂപ്പർക്ക് റമളാൻ കിട്ടിയില്ലേ? തൻ്റെ കൂട്ടുകാരനെ മൂപ്പർ ഒരുമിച്ചല്ലേ ഇസ്ലാമായത്. അപ്പോൾ 2 പേരുടെയും റെക്കോർഡ്, അമലുകളുടെ കാലാവധി വളരെ അടുത്തതാണ്. കാരണം 2 ആൾ ഒരുമിച്ചാണ് തുടങ്ങുന്നത്. ആ തുടങ്ങിയതിൽ ഒരാൾ ഷഹീദായി മരണപ്പെടുന്നു, അടുത്ത ആൾ 1-ലേറെ റമളാനുകൾ അയാൾക്ക് ലഭിക്കുകയുണ്ട്. വഅദ്റക റമളാൻ, റമളാൻ കിട്ടിയില്ലേ? റമളാൻ കിട്ടിയാൽ അതിൽ ലൈലത്തുൽ ഖദർ കിട്ടുകയാണെങ്കിൽ 84 കൊല്ലം നമ്മുടെ ആയുസ്സിലേക്ക് നമുക്ക് കിട്ടുന്നതിന് തുല്യമല്ലേ? 84 കൊല്ലം, ഖൈറും മിൻ അൽഫി ഷഹർ. വെറുതെ ഒരു ഡോക്ടർ ഒരു മരുന്ന് പറഞ്ഞെന്നൊന്ന് വിചാരിക്കുക. ആ മരുന്ന് എത്രയോ ലക്ഷങ്ങൾ അതിന് വിലയുണ്ട്. പക്ഷെ ആ മരുന്ന് കുടിച്ചാൽ നമുക്ക് 20 കൊല്ലം ആയുസ് കിട്ടുമെന്ന് പറഞ്ഞാൽ 20 വാങ്ങൂലേ? ഉള്ള കായ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കും. എവിടെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഓർഡർ ചെയ്യും. ഉള്ള മുതൽ വിറ്റാലും കുഴപ്പമില്ല, പീഡികത്തിനെ പോയി കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, 20 കൊല്ലം ആയുസ് കിട്ടുമല്ലോ എന്ന്. അല്ലാഹു തആല ഓരോ കൊല്ലവും തരുന്നത് 84 കൊല്ലമാണ്. 1000 മാസം ഓരോ റമദാനിലുമുണ്ട് ലൈലത്തുൽ ഖദർ. സുബ്ഹാന ജല്ല ജലാലു. അപ്പോൾ നമുക്കത് എടുക്കണ്ടേ? ഖുലു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. തങ്ങൾ പറയണം, അദ്ദേഹത്തിന് റമദാൻ കിട്ടിയില്ലേ? വഖദ് സ്വല്ലാ കദാ വകദാ ലില്ലാഹി സജ്ദ, അല്ലാഹുവിന് ഒരുപാട് സുജൂദ് ചെയ്തില്ലേ? ഒരു കൊല്ലത്തെ ഫർള് നിസ്കാരം എത്ര സുജൂദ് ഉണ്ടായിരിക്കും? അതിലെത്ര സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും? എത്ര റവാത്തിബ് ഉണ്ടാകും? എത്ര വിത്ർ ഉണ്ടാകും? എത്ര തറാവീഹ് ഉണ്ടാകും? ഇതൊക്കെ തൻ്റെ കൂട്ടുകാരനായ നേരത്തെ മരിച്ചുപോയ ആൾക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് തൻ്റെ കൂട്ടുകാരനായ ഷഹീദായ കൂട്ടുകാരനേക്കാൾ അമല് ചെയ്യാനുള്ള അവസരമുണ്ടായില്ലേ
അതുകൊണ്ട് നിങ്ങൾ എന്തിനാ അത്ഭുതപ്പെടുന്നത്, അമൽ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ മൂപ്പർ ആദ്യം പോയി. അതുതന്നെയാണ്. അതുകൊണ്ട് ഒരു റമദാൻ നമുക്ക് കിട്ടണം. ഒരു റമദാൻ പോരാ, ഒരുപാട് റമദാനുകൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതൊരു അധികം ചോദിക്കലാണെന്നും വിചാരിക്കേണ്ട. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന് നമുക്ക് എത്രയും ആയുസ് തരാൻ പറ്റും, അല്ലാഹുവിന് നമുക്ക് എത്രയും ആരോഗ്യം തരാൻ പറ്റും. അല്ലാഹുവോട് ചോദിക്കാലോ. വഇൻദഹു ഖസാഇനു കുല്ലി ഷൈ ഖസാഇനുഹു മൽഅ. അല്ലാഹുവിൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുക, ആയുസ്സിൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുക, നിഅമത്തിൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുകയാണ്, ആരോഗ്യത്തിൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിച്ചോളൂ. സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തആലയെ അനുസരിക്കാനാണ്, അതാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ അനുസരിക്കലാണ് ഇസ്ലാം. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നാണ് പറഞ്ഞതിനർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിക്കപ്പുറം അള്ളാഹു പറഞ്ഞത് അങ്ങനെ അനുസരിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു, ആ നോമ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പറയും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണല്ലോ, കുറേ ആൾക്കാർ എടുക്കുന്നുണ്ടല്ലോ, കുറേ ആൾക്കാർക്ക് തടി കുറഞ്ഞല്ലോ, കുറേ ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടായല്ലോ. ആ ഫാസ്റ്റിംഗ് അല്ല അള്ളാഹു ചെയ്യാൻ പറഞ്ഞ്. അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. എന്തിനെന്നറിയോ? നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അല്ല, അതിൻ്റെ ലക്ഷ്യം അതല്ല. പക്ഷേ അതിലൂടെ ആരോഗ്യ പരിരക്ഷ അള്ളാഹു നിഅമത്തായിട്ട് നൽകുന്നുണ്ട്. നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞ് എന്തിനാണെന്നറിയോ? ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമേ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടി, തഖ്വ ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടി ആ നോമ്പ് നിർബന്ധമാക്കിയത്. ഇത് നമ്മളെല്ലാ വർഷവും കേൾക്കുന്നൊരു സംഗതിയാണ്. നമ്മൾ നോമ്പ് നിർബന്ധമാക്കിയത് എന്നാൽ ഉഷാറായിട്ട് ഇഫ്താർ കഴിക്കുക, അത്തായം കഴിക്കുക, അലീസ കഴിക്കുക, ഇതൊക്കെ ഇപ്പോൾ റമദാനിലല്ലേ കിട്ടുള്ളൂ. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ നമ്മൾ കുറേ തടിയും കൂടി ആരോഗ്യം നശിച്ച് അമലുമില്ല, കുറേ ഉറങ്ങി തൂങ്ങി, ഇനി എപ്പോഴാണ് നോമ്പുറക്കാൻ, എപ്പോഴാണ്, എന്നാണ് പെരുന്നാളാവുക എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഉന്തിത്തള്ളി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഇതൊന്നുമല്ല അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷദ്ദ മിഇസറ, അവിടെ തരക്കെട്ട് മുറുക്കി കൊടുക്കും റമദാൻ വന്നാൽ. അവസാനത്തെ 10 കടന്ന പിന്നെ പറയണ്ട, ഐഖല അഹ്ല. അവിടുത്തെ വീട്ടുകാരെ, പെണ്ണുങ്ങളൊക്കെ, അവിടുത്തെ ഭാര്യമാരെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽപ്പിക്കും. നിസ്കരിക്കാൻ, നീ കിടന്നുറങ്ങരുത്, ഈ രാവുകൾ പ്രത്യേകമായ രാവുകളാണ്, അതുകൊണ്ട് ഇബാദത്തിലേക്ക് വരണം എന്ന് പുണ്യ നബി തങ്ങൾ അവരെ, അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീനിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുണർത്തുകയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആബിദത്തുകളാണ്, അവരൊക്കെ ഇബാദത്ത്, ഭയങ്കര ഇബാദത്താണ്. അതിലെ ചെറുപ്പക്കാരികളായ മഹദിമാരെ തന്നെ എടുത്തു നോക്കിയാൽ മതി. മഹദിയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ, ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബി തങ്ങളോട് പറയുന്ന, നബിയേ ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ, ഹഫ്സ ബീവിയെ, നബിയെ അങ്ങ് തിരിച്ചെടുക്കണം, അവരുമായി ഉള്ള വിവാഹബന്ധം എന്തിരുത്, വേർപ്പെടുത്തരുത്. വേർപ്പെടുത്തുന്ന തൊലാഖിൻ്റെ ഒരു വിഷയം വന്നു, അത് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവർക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ വന്നു. പുണ്യനബിൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിയായി, തങ്ങൾക്ക് റേഷൻ കൊടുക്കാൻ വയ്യ, അവർക്ക് ഭക്ഷണം, മിനിമം സർവൈവലിന് ആവശ്യമായ ഭക്ഷണം പുണ്യനബിക്ക് കിട്ടുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലഘട്ടം, വലിയ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലം ഹബീബിൻ്റെ മുമ്പിലുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അൻസ്വാരികളൊക്കെ നബി തങ്ങൾക്ക് ഒരുപാട് ഹദിയ കൊടുക്കാൻ തുടങ്ങിയൊരു കാലഘട്ടമുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചു കാലം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാണ്ട് വിഷമിച്ചു. മദീന കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോഴാണ് എല്ലാവരെയും വിളിച്ചുകൂടി നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ചരിത്രം അറിയാലോ. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണുങ്ങളെ, ഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും എൻ്റെ കൂടെ ജീവിക്കാൻ. കാരണം എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് കിട്ടിയേ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ പട്ടിണിയാണ്. ആ സമയത്തെ രംഗങ്ങളാണ്. അവിടുത്തെ വീട്ടിൽ നിന്ന് പുകയുരുമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വേവിച്ച് തിന്നാൻ പറ്റുന്ന ഒന്നുമില്ല. പിന്നെന്താണ്? ഈത്തപ്പഴവും വെള്ളവുമേ ഉണ്ടാവുള്ളൂ. ഇല്ലൽ അസ്വദാൻ, കറുത്ത 2 സാധനം എന്ന് പറഞ്ഞാൽ തോൽപാത്രത്തിൽ വെക്കുന്ന വെള്ളം, അത് കറുപ്പ് നിറയിട്ട് തോന്നും, പിന്നെ ഈത്തപ്പഴം, ഇത് 2 ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഉമത്തിഅകുന്ന വഉസരിഹകുന്ന സറാഹൻ ജമീല, ഞാൻ നിങ്ങളെ നല്ല നിലയ്ക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒഴിവാക്കി തരാം.
അങ്ങനെ നിക്കാഹൈമ പറഞ്ഞെടുക്കൂലേ, എന്താ പറയല്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എന്താണ് പറയണത്? എൻ്റെ മോളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്ത് ഏൽപ്പിച്ചു തരാണ്, അലാ മാ അമറല്ലാഹു ബിഹി, അല്ലാഹ് കൽപ്പിച്ചതുപോലെ. എന്താ അല്ലാഹ് കൽപ്പിച്ചത്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്, എൻ്റെ മോളെ നല്ല നിലക്ക് നീ പരിപാലിച്ചു കൊണ്ടുനടക്കണം. നിനക്കതിന് കഴിയൂലേ? തസ്രീഹിൻ ബിഇഹ്സാൻ, നല്ല നിലക്ക് എന്നെ തിരിച്ചേൽപ്പിക്കുക, വാപ്പാനെ തിരിച്ചേൽപ്പിക്കുക. ഭർത്താവിനോട് പറയാണ്, ഭർത്താവേ നിനക്കെൻ്റെ മോളെ നല്ല നിലക്ക് പോറ്റി വളർത്താൻ കൊണ്ടു നടക്കാൻ കഴിയില്ല എങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കരുത്. തൊലാക്ക് ചൊല്ലാതെ, എന്നാൽ തൊലാക്ക് ചൊല്ലിയ പോലെ ഒരു ബന്ധവുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, അവരെ നോക്കുന്നില്ല, പരിപാലിക്കുന്നില്ല, അങ്ങനെ ചെയ്യല്ലേ. തസ്രീഹിം ബി ഇഹ്സാൻ, എൻ്റെ മോളെ നിനക്കൊണ്ടാവില്ലെങ്കിൽ എന്ത് ചെയ്യുക? നല്ല നിലക്ക് തിരിച്ചേൽപ്പിക്കണേ. ഇതിനാണ് തസ്രീഹ് എന്ന് പറയാം. എത്ര മനോഹരമാണ് ആ വാക്കുകൾ എന്നറിയോ? അതൊക്കെ പുതിയാപ്പിള്ളേരെ മനസ്സിലാക്കണം. ഒരു പെണ്ണിനെ ഏൽപ്പിക്കുമ്പോഴേ ചവിട്ടി മെരുക്കി അടിമയായി കൊണ്ടു നടക്കാനുള്ളതല്ല അത്. നിങ്ങളെക്കൊണ്ട് കഴിയില്ലേ, നല്ല നിലക്ക് അവിടെ വാപ്പാനെടുത്ത് കൊണ്ടുപോയി ആക്കി കൊടുക്കുക. തസ്രീഹിം ബി ഇഹ്സാൻ, മാനം കെടുത്താതെ, അപമാനിക്കാതെ, മോശപ്പെടുത്താതെ, ബുദ്ധിമുട്ടാക്കാതെ. കഴിയില്ല, ഞങ്ങളെക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, മതി. പിരിയലാണ് ഖൈറെങ്കിൽ യുവഫിഖില്ലാഹു ബൈനഹുമാ, നല്ല നിലക്കാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് പോകാം, ഇല്ലെങ്കിൽ അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും ഓരോ വഴി അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കും. അങ്ങനെയാണ് തങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു വാക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയാണ്, പ്രയാസം ഉണ്ടാവും. അതല്ല നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മദീനയിൽ ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാം. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളാരും ധൃതിപ്പെട്ടൊന്നും തീരുമാനം പറയേണ്ട, അവനവൻ്റെ ഉമ്മയോടും മാപ്പയോടും ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ബീവിയോട് പറഞ്ഞു, ആയിഷ നിങ്ങളോട് ഞാൻ പറയണേ, നിങ്ങളുടെ വാപ്പ സിദ്ദീഖ് തങ്ങളോടും നിങ്ങളുടെ ഉമ്മ റൂമാൻ ബീവിയോടൊക്കെ എന്ത് ചെയ്യണം, സംസാരിച്ചിട്ട് തീരുമാനം അറിയിച്ചാൽ മതിട്ടോ എന്നു. ആയിഷ ബീവി, പുണ്യനബിയെ നിങ്ങളിങ്ങോട്ട് വരി, എന്താ നിങ്ങൾ പറഞ്ഞത്? അങ്ങയുടെ കൂടെ ജീവിക്കാൻ എൻ്റെ വാപ്പാനോടും ഉമ്മാരോടും ചോദിക്കണമെന്നോ? ആരോടും മിണ്ടരുതേ, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചോളാം. എൻ്റെ മറുപടി ഇതാന്ന് ആരോടും പറയരുത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ റളിയല്ലാഹു തആല. ഇതേ ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ കല്യാണം പറഞ്ഞ് ഈ ഗുൽമാലുണ്ടാക്കണ മണ്ടന്മാരുണ്ടല്ലോ, ഒരിതും കൂടെ കേൾക്കണം. ഇതൊക്കെ ഹദീസിലുള്ള വിഷയങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഡെലിബറേറ്റ്ലി പ്രൗഡ്ലി നബി തങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞ മഹദിയ. അങ്ങനെ ഒരു ടോർച്ചറോ ഒരു ഇൻജസ്റ്റിസോ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയോ, കിട്ടിയ ചാൻസിൽ ഞാൻ പോട്ടെ എന്നല്ലേ പറയാ? നബിയെ എൻ്റെ ഉത്തരം ഇതാണ് കേട്ടോ, പക്ഷെ ഞാൻ ഇതാ പറഞ്ഞതെന്ന് ബാക്കിയുള്ള പെണ്ണുങ്ങളൊന്നും അറിയണ്ട. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങയുടെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. അത്രയ്ക്ക് ആയിഷ ബീവിക്ക് നബിയെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഈ കടന്ന ഫെമിനിസ്റ്റുകൾ കടന്ന് ചാടേണ്ട വല്ല കാര്യമുണ്ടോ? ആയിഷ ബീവിക്ക് കുഴപ്പമില്ലാത്ത എന്തിനാ നിങ്ങൾക്ക് കുഴപ്പം? ആ ഒരൊറ്റ ചോദ്യം അവരോട് ചോദിക്കാൻ, ബീവിക്ക് ഇതിൽ പ്രശ്നമില്ല കുട്ടികളെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം എന്ന് പറയുന്നത്? അങ്ങനെ സംഭവം ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്തുകൂടെ? ആ സമയം വെറുതെ വേസ്റ്റാക്കാതെ. ആ ഒരു സമയത്താണ് തൊലാഖിൻ്റെ വിഷയം വരുന്നത്. തൊലാക്ക് ചൊല്ലി എന്നും ചൊല്ലാൻ വെച്ചും എന്നൊക്കെ കാണാൻ കഴിയും ചരിത്രത്തിൽ. തൊലാക്ക് ചൊല്ലി എന്ന് ചില റിവായത്തിൽ കാണാൻ പറ്റും. ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹ അതിൽ വല്ലാണ്ട് വിഷമിച്ചു എന്നാ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്, നബിയെ ഹഫ്സ ബീവിയെ നിങ്ങൾ കൂടെ ചേർക്കണം. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. ആരുടെ മോളാ ഹഫ്സ ബീവി എന്നറിയോ? ആരുടെ മോളാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളാണ്. അറിയാലോ, 4 ഖലീഫമാരിൽ പിന്നീട് ഖലീഫമാരായത് തങ്ങൾ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് ചേർത്ത് വായിക്കണേ. ആ ഖലീഫമാരായവരിൽ 2 നബി തങ്ങളുടെ പുതിയാപ്പിളമാരാണ്. 2 പേർ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അമ്മോശന്മാരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്മോശനാണ്, ഉമർ റളിയല്ലാഹു അൻഹു അമ്മോശനാണ്. അവരുടെ മക്കളെ നബി തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. പിന്നെ തങ്ങളുടെ മക്കൾ അങ്ങോട്ട് കല്യാണം കഴിച്ചെടുത്ത പുതിയാപ്പിളമാരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി തങ്ങൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അങ്ങനെ ബീവിയെ സംബന്ധിച്ച് പറഞ്ഞതാണ് സവ്വാമത്തുൻ ഖവ്വാമ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അവസാന കാലഘട്ടം ഹദീസിൽ കാണാം, കാനത് തസ്രിദു സൗം, നോമ്പ് ഇടതടവില്ലാതെ നോറ്റിരുന്ന മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു. എന്നും നോമ്പായിരിക്കും. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നോമ്പാണ് അഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമി ദാവൂദ് അലൈഹിസ്സലാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് സുന്നത്ത് നോമ്പ് കേട്ടോ, ഫർളല്ല. റമദാൻ കണ്ടിന്യൂസ് ആണ്, ഇടവേളല്ല. പക്ഷേ റമദാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിൻ്റെ ദിവസങ്ങൾ കഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും ഒന്നിടവിട്ടുള്ള നോമ്പ്
ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ രീതിയായിരുന്നു. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നിരന്തരം നോമ്പെടുത്തിരുന്ന ആൾക്കാരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, കാലം മുഴുവൻ നോമ്പായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാന യുസ്രിദു സൗം, കാലം മുഴുവൻ നോമ്പ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാലം മുഴുവൻ നോമ്പായിരുന്നു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു കാലം മുഴുവൻ നോമ്പായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലം മുഴുവൻ നോമ്പാ. അങ്ങനെ നോമ്പെടുക്കൊണ്ട് പ്രയാസമൊന്നുമില്ല. അതിനൊന്നും അവരെ പറ്റി അത് തെറ്റാണെന്നോ അവർ ചെയ്ത് ശരിയായില്ലെന്നോ ഒരു ഇമാമും പറയില്ല. കാരണം അതവർക്ക് കഴിയും, അവരത് ചെയ്തിട്ടുണ്ട്. അത്രക്ക് നോമ്പ് ഇഷ്ടമായിരുന്നു എന്നാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് അന്ന് 80,000 ദിർഹം, ചില റിവായത്തിൽ 1,00,000 ദിർഹം കൊണ്ടുവന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചിട്ട്, നോമ്പുള്ള ദിവസമാണല്ലോ അന്ന്. അങ്ങനെ ബരീറ ബീവിയാണ് കൂടുള്ളത് വീട്ടിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പരിചാരിക ബരീറ ബീവി റളിയല്ലാഹു അൻഹ ബീവിയോട് പറഞ്ഞു, ബരീറ നമുക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ ബീവി പറഞ്ഞു, ബീവി ഇവിടെ ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല, വീട്ടിൽ ഒരു സാധനമില്ല. 80,000 മുതൽ 1,00,000 ദിർഹം അന്ന് രാവിലെ ആയിഷ ബീവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. ഭയങ്കര ദാനമായിരുന്നു അത്. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ വന്നാൽ വീട്ടിലുള്ളത് മുഴുവൻ എടുത്തു കൊടുക്കും. ആര് വന്നാലും കൊടുക്കന്നെ, ഒന്നും ബാക്കി വെക്കൂല. തങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലായിരുന്നു അവസാനം, എല്ലാം കൊടുക്കും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുക്കന്നെ വാരിക്കോരി കൊടുക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത് കൊടുക്കാതെ സമാധാനം വരില്ല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, തങ്ങളുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കുസൃതി വർത്തമാനങ്ങളും കുടുംബജീവിതത്തിൻ്റെ ചരിത്രങ്ങളെ നമ്മൾ അധികം കേൾക്കാറുള്ളൂ. ബീവി റളിയല്ലാഹു അൻഹ വലിയ ആബിദത്താണ്, വലിയ ഇബാദത്താണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്താണ്. നോമ്പാണെങ്കിൽ നോമ്പ്, നിസ്കാരമാണെങ്കിൽ നിസ്കാരം തന്നെ, സ്വതക്കയാണെങ്കിൽ പറയും വേണ്ട, എന്ത് കിട്ടിയാലും കൊടുക്കും. അങ്ങനെ ബരീറ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയോട് പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീനെ, നമുക്കെന്തില്ല, ഒന്നും നോമ്പുറക്കാൻ ഇവിടെ ഒരു ഭക്ഷണം വീട്ടിലില്ല. അങ്ങനെ ബരീറ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഉമ്മാ, പ്രിയപ്പെട്ട ഉമ്മ. മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് നബി തങ്ങളുടെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ ഉമ്മയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മയാണ്. പറയും ബരീറ ബീവിയേക്കാളും ഒരുപാട് പ്രായം താഴെയാണ് ആയിഷ ബീവിക്ക്, എന്നാലും ഉമ്മ എന്നേ വിളിക്കുള്ളൂ. അങ്ങനെയാണ്. ബീവിയോട് പറയാണ്, യാ ഉമ്മാ, നിങ്ങൾ അതിന്ന് ഒരു ദിർഹം നിങ്ങൾക്ക് നോമ്പുറക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി ബാക്കി വെച്ചുകൂടായിരുന്നോ? ഒരു ദിർഹം, ഈ 1,00,000-ൽ 1 ദിർഹം. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കി എന്താണ് അതിൻ്റെ ഗൗരവമെന്ന്. ആ ഒരു സ്വഭാവത്തിൻ്റെ മഹിമ എത്രയായിരിക്കും റബ്ബേ. നമുക്കൊന്ന് പറയാനോ കേൾക്കാനോ പോലും നമുക്ക് അവകാശമില്ല. അത്രയും വലിയ ചാരിറ്റിയല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്യുന്നത്. 10,000 കൊണ്ടുവന്ന് ആയിഷ ബീവിക്ക് കൊടുത്തതാണ്. കാരണം അന്നത്തെ ഭരണാധികാരികൾ പുണ്യനബി തങ്ങളുടെ ഭാര്യമാർക്ക്, അസ്വാജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് അവരിഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഭരണത്തിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർക്ക് അവർ കൊടുക്കുന്ന ചില ദാനങ്ങളുണ്ടായിരുന്നു വർഷത്തിൽ. അത് കൊല്ലത്തിൽ കൊടുക്കുന്ന ദാനമാണ്. പിന്നെ കിട്ടണമെങ്കിൽ പിറ്റേത്തിന് കൊല്ലാവണം. അന്നത്തെ രാവിലെ വന്ന് വൈകുന്നേരമാകുന്നതിൻ്റെ മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒക്കെ കൊടുത്തയച്ചു, എല്ലായിടത്തും കൊടുത്തയച്ചു. അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, ഇവിടെ കൊടുക്കുക. അതങ്ങ് തീർന്നപ്പോഴേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമാധാനമായത് റളിയല്ലാഹു തആല അൻഹ. യാ അല്ലാഹ്. എന്നിട്ട് ബീവി പറയാണ്, ഇനി ഒരിക്കലും ഉമർ തങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഉമർ തങ്ങളുടെ കാലത്ത് റളിയല്ലാഹു തആല അൻഹ. ഉമർ തങ്ങൾ കൊടുത്തയക്കുന്ന കാലത്ത് ഇനി ഒരിക്കലും എനിക്ക് ഉമറെ നിങ്ങളുടെ ആ ഒരു ഹദിയ വരുന്നതിന് മുമ്പ് ഞാൻ പോയാൽ മതിയായിരുന്നു, എനിക്ക് വേണ്ടായിരുന്നു, എനിക്ക് വേണ്ട, ലാ യുസീബുനി, എനിക്കിനി വേണ്ട ഈ സഹായം എന്ന് ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നാണ്. നോക്കണേ, അത്രക്കും സ്വവാമത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. നോമ്പുകാരിൽ അറിയപ്പെട്ട മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു തആല അൻഹ. അഹ്ലു ബൈത്തിൽപ്പെട്ട മഹദിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ തങ്ങളുടെയും പരമ്പരയിൽ വരുന്ന മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ ബീവി. അവർ മദീനക്കാരാണ്. മദീനയിൽ നിന്ന് അവർ ഈജിപ്തിലേക്ക് വന്നതാണ്. ഈജിപ്തിലേക്ക് താമസം മാറിയതാണ്. അവിടുത്തെ ആളുകളൊക്കെ മഹദി റളിയല്ലാഹു തആല അൻഹയെ ഒരുപാട് സ്നേഹിച്ചു. ബീവി റളിയല്ലാഹു തആല അൻഹ, മഹദി റളിയല്ലാഹു അൻഹയുടെ സാന്നിധ്യം ഈജിപ്തിൽ അവർക്ക് നിഅമത്തും ബറക്കത്തുമാണെന്നവർ വിചാരിച്ചു. ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്താൽ മഴ കിട്ടുമായിരുന്നു, അസുഖം മാറുമായിരുന്നു. മഹദി ദുആ ചെയ്തു കൊടുത്താൽ, മഹദി റുഖിയ ചെയ്തു കൊടുത്താൽ പിന്നെ ഏത് ഭ്രാന്തും സുഖപ്പെടുമായിരുന്നു. അത്ര വലിയ
ഒരു മഹത്വം നഫീസത്തുൽ മിസ്രിയ ബീവിക്കുണ്ടായിരുന്നു. അങ്ങനെ മഹദി അവസാനം അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇങ്ങനെ നിന്നാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന നമ്മളെങ്ങനെ ഇബാദത്ത് ചെയ്യുക? നമുക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ സമയം വേണ്ടേ? ബീവി പറയാൻ എനിക്ക് പറ്റുന്നില്ല, ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 100,000 ആളുകളുടെ പ്രശ്നങ്ങളുണ്ടാവില്ലേ, ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുമോ? അങ്ങനെ ബീവി പറഞ്ഞു ഞാൻ പോവാൻ. അങ്ങനെ മഹദി അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് ഖൈറോവിൽ നിന്ന് അങ്ങോട്ട് മദീനത്തേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ അവിടുത്തെ ഭരണാധികാരികളും നാട്ടുകാരും മുഴുവൻ തെരുവിലേക്കിറങ്ങി പൊട്ടിക്കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, ബീവി നിങ്ങൾ പോവരുത്, ഞങ്ങളാരും ബുദ്ധിമുട്ടാക്കാൻ വരില്ല, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഇപ്പോൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈജിപ്തിലെ ബീവിയുടെ മഖാമ് നിൽക്കുന്ന ഭാഗം, അവിടെ വലിയൊരു പള്ളിയുണ്ട്. ഹറമിലൊക്കെ നടക്കുന്ന പോലെ ആ ഭാഗങ്ങളിലുള്ള മയ്യത്തെ കൊണ്ടുവന്ന് എല്ലാ നിസ്കാരത്തിനും അസറിനും ളുഹറിനൊക്കെ മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പള്ളിയാണത്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ പള്ളി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ജമാഅത്തിനും മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. 2 ഹറമിൽ നടക്കുന്ന പോലെ. നഫീസത്തുൽ മിസ്രിയ ബീവിൻ്റെ പള്ളിയിൽ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും എല്ലാറ്റിലുള്ള സൗകര്യമുള്ള പള്ളിയാണത്. അവിടെ എല്ലാ സമയത്തും മയ്യത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ റിനോവേഷനൊക്കെ നടക്കുകയെന്നപ്പോൾ അതൊക്കെ പൂർത്തിയായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും മഹദി നിൽക്കുന്ന ആ ഒരു വീട് അവിടെ പിന്നെ ഇബാദത്തായിരുന്നു. അങ്ങനെ മഹദി മരിക്കുകയാണ് ബീവി റളിയല്ലാഹു തആല അൻഹ. അന്ന് നോമ്പുകാരിയാണ്. അപ്പോൾ വല്ലാണ്ട് ഡീഹൈഡ്രേറ്റഡാണ്. അപ്പോൾ ആളുകൾ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ബീവി നിങ്ങൾ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. മഹദി റളിയല്ലാഹു തആല അൻഹ ആ വെള്ളത്തിലേക്ക് നോക്കി പറയാണ്, കുൻതു ദഅവതുല്ലാഹ സുബ്ഹാനഹു വതആല മുൻദു 30 സന അൻ യതവഫാനി വഅന സ്വായിമ അഫഉഫ്തിറു ഫീ ഹാദൽ വഖ്ത്. ഞാൻ അല്ലാഹുവിനോട് 30 കൊല്ലമായിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവേ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ നോമ്പുകാരിയായിട്ട് മരിപ്പിക്കണമേ. ചിലർ ദുആ ചെയ്തു, അല്ലാഹുവേ എന്നെ അല്ലാഹുമ്മ റസുഖ്നിൽ മീതത്തൽ ഹസന. അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അൽ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരക്കുട്ടിയുടെ മകൻ ആമിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ റസുഖ്നി അൽ മീതത്തൽ ഹസന, അല്ലാഹു എനിക്ക് ഏറ്റവും നല്ല മരണം നൽകണമേ. അപ്പോൾ ആൾക്കാർക്ക് ചോദിച്ചു, മാദാ തഅനി ബിൽ മീതത്തിൽ ഹസന, ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പോൾ പറഞ്ഞു, അയ്യതവഫാനി റബ്ബി വ അന സാജിദ്, സുജൂദിൽ ചെയ്തുകൊണ്ട് മരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ ജീവിതത്തിൻ്റെ വലിയ വലിയ ആഗ്രഹം. നമ്മളിപ്പോൾ എന്താവണം എന്നൊക്കെ പറയില്ലേ, എന്താവണം ജീവിതത്തിൽ, ഓരോരുത്തർ എനിക്ക് ആസ്ട്രോനോട്ട് ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് ബിസിനസ് തുടങ്ങണം, എനിക്ക് അതാവണം ഇതാവണം, അതൊക്കെ ദുന്യവിയായ ചില ഖറളുകളാണ്. അതിനൊന്നും കുഴപ്പമില്ല, അങ്ങനത്തെ ചില ടാർഗറ്റുകൾ വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതോടുകൂടെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ടാർഗറ്റ് വെക്കണം. എനിക്ക് ജീവിതത്തിൽ ഇത്ര ഖത്ം എൻ്റെ ജീവിതത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര തവണ എനിക്ക് അള്ളാഹുവിനെ ഹജ്ജ് ചെയ്യണം, ഇത്ര എനിക്ക് നോമ്പെടുക്കണം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര നോമ്പെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കണം, എനിക്ക് ഹറമിലെത്തി മരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വുദൂവിൻ്റെ അവസ്ഥയിൽ മരിക്കണം, അല്ലെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാൻ മരിക്കണം. ഇതൊക്കെ ഒരു ടാർഗറ്റാണ്. അതും കൂടെ കൂട്ടത്തിൽ നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്കത് ആവശ്യം വേണം. സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പോൾ എൻ്റെ മോനോട് ഇപ്പം ഇന്ന് വൈകുന്നേരം ഒരാൾ കണ്ടപ്പോൾ എന്താവണമെന്ന് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ വർത്താനം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്താവണമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ദുന്യാവിൽ എന്താവുക എന്നാണ് അവിടെ ചോദ്യം. അപ്പോൾ പറഞ്ഞ് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നേരത്തെ ആവണ്ടേ, സമയം വൈകിപ്പോയല്ലോ എന്നൊക്കെ ഒരു സംഭാഷണം, ഒരു സൗഹൃദ ബുദ്ധിയാണ്. അവനോട് സംസാരിച്ച ആൾ പറഞ്ഞപ്പോഴേ, അപ്പോൾ ഞാൻ പറയേ, ജീവിതത്തിൽ വേണ്ട ലക്ഷ്യം അതിലൊക്കെ വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഡോക്ടറാവണം, എഞ്ചിനീയറാവണം, പൈലറ്റാവണം, ഇതൊന്നും വലിയ സംഭവമല്ല. അതൊക്കെ റൂഹാണ്ട് അല്ലാഹു തആല ശ്വാസം പിടിച്ചാൽ നിൽക്കുന്ന സംഗതി. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ആ ലക്ഷ്യത്തിന് ഒരു പ്രസക്തി പോലും ഇല്ല. പിന്നെ പറയോ മയ്യത്തുകൊണ്ട് നമ്മളെ പൈലറ്റാണോ പോകണതെന്ന് പറയോ? മയ്യത്ത് കെട്ടിൽ പോകുമ്പോൾ പറയില്ല, മയ്യത്താ പോകുന്നതെന്ന് പറയാം അല്ലേ? അത്രയേ ഉള്ളൂ. സ്വാലിഹായൊരു മനുഷ്യനായിട്ട് ജീവിക്കണം, എനിക്കൊരു നല്ല ഒരു മകനായിട്ട് ജീവിക്കണം, ഒരു ലക്ഷ്യമാണ്. എനിക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യണം, എനിക്ക് ഖുർആൻ മുഴുവൻ പഠിക്കണം, എനിക്ക് അള്ളാഹുവിൻ്റെ ദീനിന് എന്തെങ്കിലും സേവനം ചെയ്യണം, എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കണം. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹിതമായ ചില ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് ഹുസൈൻ അഫ്ഫാനി എന്ന് പറയുന്നൊരു പണ്ഡിതൻ്റെ ഒരു കിതാബുണ്ട്, ഉലൂഉൽ ഹിമ്മ എന്നാണ്.
യാ അല്ലാഹ്, നമ്മൾ അന്തം വിട്ടു. നമ്മുടെ മുൻഗാമികളായ ആൾ, അത് 4-5 വോള്യമുണ്ട്, നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ജീവിതത്തിൽ വെച്ച ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച അതിൽ. അതായത് എത്രയെല്ലാം ഹൈ എൻഡ് ഒബ്ജക്റ്റീവുകൾ വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ വേ ബിഹൈൻഡ്, ഒന്നും പറയാനും ഒന്നും അവകാശമില്ല. അത്രമേൽ ജീവിതത്തിൻ്റെ മൂല്യം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു സംഗതിയായിട്ടാണ് വരുന്നത് എന്ന് റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് സമർപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരു ഇത് പറഞ്ഞു. മീതത്തുൽ ഹസന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സുജൂദിൽ കിടന്ന് മരിക്കല. അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ചെയ്തു. നമ്മൾ ആ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഗ്രിബ് നിസ്കരിക്കാൻ മഗ്രിബിന് ബാങ്ക് കൊടുത്തപ്പോൾ പറഞ്ഞതാണ്, എന്നെ എഹ്മിലൂനി, സക്രാത്തിൽ കിടക്കുകയാണ്, ഐസിയുവിൽ കിടക്കുന്ന ഒരാളെ, ഓക്സിജൻ വെച്ച് കിടക്കുന്ന ഒരാളെ പള്ളിക്ക് ജമാഅത്തിന് കൊണ്ടുവന്ന എന്താ അവസ്ഥ? അപ്പോൾ നിങ്ങൾ എന്തിനു പോകുന്നു? അൻത മുഹ്തദിർ, മരണമാസന്നമായി കിടക്കല്ലേ. അപ്പോൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. എങ്ങനെയാണ്? കൈഫ അസ്മഉ ഹയ്യ അല സ്വലാത്തി വ ഹയ്യ അലൽ ഫലാ വലാ ഉജീബു നിദാഅ റബ്ബി. എനിക്ക് പോകണമെന്ന് പറഞ്ഞു. യതഹാദാ ബൈന ഇത്നൈൻ, 2 ആളുകൾ ചുമന്നു കൊണ്ടുപോയി മഗ്രിബ് നിസ്കാരത്ത് കിടത്തി അവസാനത്തെ സുജൂദിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. ആര്? സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരിയു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പേരക്കുട്ടിയുടെ, അതായത് സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം. അപ്പോൾ സുബൈർ അവ്വാം തങ്ങളുടെ മകൻ അബ്ദുള്ള തങ്ങളുടെ മകൻ ആമിർ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ താബിഈൻ. അല്ലാഹു ചെയ്തൊരു തൗഫീഖാണ്. നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു തആല അൻഹ റഹ്മത്തുള്ളാഹി അലൈഹ റഹ്മത്തൻ വാസിഅ, അവർ പറയും, 30 കൊല്ലമായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് നോമ്പുകാരിയായിട്ട് മരിക്കണമെന്ന്. ഇപ്പം ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും, അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് റയ്യാൻ എന്ന ഗേറ്റിലൂടെ പോകാൻ പറ്റും. നോമ്പ് നോറ്റവർ മുഴുവൻ അതിലൂടെ പോകുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ നിസ്കരിച്ചവർക്ക് ബാബ് സ്വലുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇഷ്ടമായിട്ട് അതൊരു ഹരമാണ് ചില ആളുകൾക്ക്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവരാണ് ബാബു സ്വലയിലൂടെ വിളിക്കുന്നത്. ബാബു സ്വതക്കയുണ്ട്, എല്ലാ ബാബിൻ്റെയും പേര് തങ്ങൾ പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ഇബാദത്തും ഇഷ്ടപ്പെടുന്നവർ, നോമ്പ് ചിലർക്ക് ഇഷ്ടമായിരിക്കും, അതൊരു ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒരു ഇബാദത്തിനൊരു ഇഷ്ടമൊക്കെ വരുമോ? പട്ടിണി എടുക്കാൻ ഇഷ്ടം വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്ര വലിയ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി എടുക്കാൻ, വിശപ്പിന് വിഷമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഞാനിത് ചെയ്യുന്നത് അള്ളാഹ് നിനക്ക് വേണ്ടിയാണ്. വയറിൽ ശരിക്കും വിശക്കുന്നുണ്ട്, തളർച്ച വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്, നമുക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ല, വലിയ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇത് ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യും. എൻ്റെ റബ്ബെന്നോട് പറഞ്ഞു ഇന്നൊന്നും കഴിക്കണ്ട, ചെയ്യൂല. കാമുകൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യൂല. കാമുകി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നമ്മൾ കഴിക്കൂല, ഇന്ന് ഉറങ്ങണ്ട പറഞ്ഞാൽ അവിടെ ഇരിക്കും ചിലപ്പോൾ. അള്ളാഹു പറയാണ്, നിങ്ങൾ ഇരിക്കുവേ, എന്നെ അനുസരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കല്ലേ. മഹബ്ബത്തൻ ലില്ലാ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ് ഇതിൻ്റെ പ്രേരകം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു റബ്ബേ. അതുകൊണ്ടാണ് സൗമുലി, ഇത് എനിക്കുള്ളതാണ്. ഒരാൾ വെറുതെ ഒതു കൊടുക്കുന്ന സമയത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു മുറുക്ക് വെള്ളം കുടിച്ചു, 5 ഒതുവിന് 5 വെള്ളം കുടിച്ചു. അല്ല, 5 വേണ്ടി വരില്ല. ളുഹുർ അസ്റിനും തന്നെ അത്യാവശ്യമല്ലേ 2-3 ഒതൊക്കെ എടുക്കുകയാണെങ്കിൽ. ആരറിയും നോമ്പ് മുറിച്ചിക്കണോ ഇല്ലേ? അള്ളാഹ്ക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ. അള്ളാഹ്ക്ക് മാത്രം അറിയാൻ പറ്റും ഒരു മനുഷ്യൻ നോമ്പുണ്ടോ ഇല്ലേ, ആർക്കും ചെക്ക് ചെയ്യാൻ കഴിയില്ലത്. അതുകൊണ്ടാണ് അസ്സൗമുലി വ അനാ ജിസീബി, അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മാത്രമല്ല, നിങ്ങളുടെ കണ്ണ് നോമ്പെടുക്കുന്നുണ്ടോ, നിങ്ങളുടെ നിങ്ങളുടെ വായ നോമ്പെടുക്കുന്നുണ്ടോ, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ കൽബിന് നോമ്പുണ്ടോ, നിങ്ങളുടെ കൈകാലുകൾക്ക് നോമ്പുണ്ടോ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അസ്സൗമു ജുന്ന, നോമ്പെന്ന് പറയുന്നത് പരിചയാണ്. ഇറ്റ്സ് എ ഷീൽഡ്. വാള് വെട്ടുമ്പോൾ തടുക്കുന്ന സാധനമാണത്. എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ കൺട്രോൾ ചെയ്യണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ശരീരത്തിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞങ്ങ് വിടുന്ന ആളുകൾ പരാജയപ്പെട്ടു. ഇന്നത്തെ സ്വതന്ത്രവാദികളൊക്കെ അതാ പറയുന്നത്. ശരീരത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ. ഇസ്ലാം പറയുന്നതല്ല, നിന്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നീ നിയന്ത്രിക്കണം. അത് അള്ളാഹുവിൻ്റെ ശരീഅത്തിന് യോജിച്ചു വരുന്നുണ്ടോ, ഗോ അഹെഡ്. ഇല്ലേ, സ്റ്റോപ്പ് ഇറ്റ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. തെറ്റു ചെയ്യരുത് എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. ആ ആഗ്രഹം സഫലമാകാൻ ഏറ്റവും അനുയോജ്യമായ സമയം നോമ്പാണ്. അപ്പം നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ ഒരാൾ തെറ്റ് ചെയ്യാതിരിക്കണമെന്ന് തോന്നലില്ലെങ്കിൽ നോമ്പുകാരനായാലും തെറ്റ് ചെയ്യും. നോമ്പെടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം തെറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയാൻ കഴിയും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. കുല്ലുബിനി ആദമ ഖത്താ വ ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. അല്ലേ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ തെറ്റുപറ്റുന്നവരാണ്. തെറ്റുപറ്റുക എന്നതിൽ തെറ്റുപറ്റാത്തവരാരാണുള്ളത്?
വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റുപറ്റി തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റു ചെയ്യരുത് എന്നൊരു തോന്നൽ നമ്മുടെ ഖൽബിലേക്ക് വരണം. അത് നോമ്പ് കൊണ്ട് വരേണ്ടതാണ്. നോമ്പെടുക്കുമ്പോൾ ആ ആഗ്രഹം കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വിഷയം എളുപ്പമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലഅല്ലക്കും തത്തഖൂൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നോമ്പുകാരനെപ്പോലെ ജീവിച്ചു എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത്. അവിടുത്തെ ജീവിതത്തിൽ മാ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഖത്തു മിൻ അഖിത്തിൻ, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വാദിഷ്ടമായൊരു ഭക്ഷണവും നബിതങ്ങൾ വയറ് നിറച്ച് കഴിച്ചില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുന്നാ നസീറു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിൻ സായിഫിൻ വമാ മിന്നാ സായിമുൻ ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. വല്ലാത്ത ചൂടുള്ള ഒരു സമയം അവർ യാത്ര ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ യാത്രയിൽ അവർ പറയുന്നുണ്ട്, ചില റിവായത്ത്, ഞങ്ങൾ തലയിൽ മുഖത്തൊക്കെ കൈവച്ചിട്ടാണ് യാത്ര ചെയ്തത് വെയിലിൻ്റെ ചൂടുകൊണ്ട്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, നേരത്തെ സൂചിപ്പിച്ച സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ രണ്ടുപേർക്കും സുന്നത്ത് നോമ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല. അവർ നോമ്പ് അപ്പോഴും ഉണ്ടായിരുന്നു. റളിയല്ലാഹു തആല അൻഹു. അസ്സൗമു ജുന്ന ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞ സ്വാബിരീങ്ങൾക്ക് അല്ലാഹു കൂലി കൊടുക്കുമെന്ന് പറഞ്ഞ സ്വാബിറൂൻ എന്നതിൻ്റെ തഫ്സീർ എന്താണ്? അസ്വായിമൂന, നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹു കൂലി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം സബറാണ്, ക്ഷമയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹിയിൽ നിന്ന്, സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി തആല അലൈഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിവായത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യന് സ്വർഗം കൊടുത്ത് ആ സ്വർഗത്തിലെ മനോഹരമായ അസലിൻ്റെ, തേനിൻ്റെ അരുവിയുടെ അരികത്ത് ഹൂറുൽ ഐനുകളിൽപ്പെട്ട സുന്ദരിയായൊരു ഹൂരിയുടെ കൂടെ ഇരിക്കുമ്പോൾ ആ ഹൂരി അദ്ദേഹത്തോട് പറയാണ്, ഇന്നല്ലാഹ നദറ ഇലൈക ഫീ യൗമിൻ സ്വായിം, നിങ്ങൾ യൗമിൻ സ്വായിഫിൻ വ അൻത സ്വായിം, വളരെ ചൂടുള്ള ഒരു ദിവസം നിങ്ങൾ നോമ്പുകാരനായി നിൽക്കുമ്പോൾ, നിങ്ങളുടെ ചുണ്ടുകളൊക്കെ വരണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളുടെ വയറൊട്ടി നിൽക്കുമ്പോൾ, നിങ്ങൾ അശക്തനായി തളർന്നു നിൽക്കുമ്പോൾ അള്ളാഹു നിങ്ങളിലേക്ക് നോക്കിയ ഒരു നേരമുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉഷ്ഹിദുക്കും യാ മലായികത്തി, എൻ്റെ മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുകയാണ്, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടിയാണ് ഈ ത്യാഗം ചെയ്തത്. ചൂടുള്ള നോമ്പ്, ചൂടുള്ള കാലഘട്ടത്തിലെ നോമ്പ്. ഇപ്പോൾ ലെങ്തി അവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് പ്രയാസമാണെന്ന് തോന്നുന്നു. ഒരിക്കലല്ല. റമദാൻ ഇതാ തുടങ്ങുന്നു, അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾക്കത് വളരെ പെട്ടെന്നാണ് നീങ്ങിപ്പോവുക. റമദാൻ എത്ര പെട്ടെന്നാണ് കഴിയുക. നമ്മൾ വരുന്നെന്ന് പറഞ്ഞ് ഇതാ കഴിഞ്ഞ് പെരുന്നാളായി എന്ന് പറയും. വളരെ പെട്ടെന്നാണ് പോവുക. അത് എത്ര ദീർഘമുള്ള പകലാണെങ്കിലും ചുരുങ്ങിയ പകലാണെങ്കിലും റമദാൻ മർറുൽ കിറാം, മാന്യന്മാർ പോകുന്ന പോക്കാ പോവുക. അവിടെ ഇവിടെ തിരിഞ്ഞു നോക്കാൻ നിൽക്കില്ല, ഒരൊറ്റ പോക്കായിരിക്കും. അത് മർറുൽ കിറാം, മാന്യന്മാരുടെ നടത്തമാണ്. റമദാനിൻ്റെ പോക്ക് അങ്ങനെയാണെന്ന. ബാക്കിയൊക്കെ നമുക്ക് അല്പം സ്ലോ ഡൗൺ ഫീൽ ചെയ്യും. റമദാൻ ഒരിക്കലും അങ്ങനെ കിട്ടില്ല. അത് എത്ര നീളമുള്ളതാണെങ്കിലും മുഅ്മിനീങ്ങൾക്കതിൻ്റെ സന്തോഷം കൊണ്ട് അങ്ങനെയാണ്. സന്തോഷത്തിൻ്റെ സാഅത്തുകൾ, സമയങ്ങൾ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോവുക. ദുഃഖമുണ്ടെങ്കിലാണ് അത് വളരെ നീണ്ടുപോവുക. ദുഃഖമുള്ള രാവുകൾ വളരെ നീണ്ട രാവുകളാണ്. സന്തോഷത്തിൻ്റെ രാവുകൾ നേരം പുലരും പെട്ടെന്ന്. ഇപ്പം തന്നെ ഫജറായോ നേരം വെളുത്തോ എന്ന് ആലോചിച്ചു പോകും. അങ്ങനെ ഒരു ദീർഘമായ രാവിൽ, ഒരു ദീർഘമായ പകലിൽ ഏറ്റവും ദാഹമുള്ള ഒരു നേരത്ത് നിങ്ങളുടെ ചുണ്ടുകളൊക്കെ വരണ്ടു നിൽക്കുന്ന ഒരു ദിവസം അള്ളാഹു നിങ്ങളെ നോക്കിയിരുന്നു. ആ റബ്ബ് തആല അന്നേരം പറഞ്ഞു, എൻ്റെ അബ്ദിലേക്ക് നോക്കൂ മലക്കുകളെ, ഇയാൾ ഇങ്ങനെ വിശന്ന് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്കത് പറയാൻ പറ്റും. ഇൻഡോർ ജോലി ചെയ്യാണ്, എയർ കണ്ടീഷൻ ചെയ്ത റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ല എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിലാണ്, വീട്ടിലാണ്. അവരനുഭവിക്കുന്നതിലേറെ സബർ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി വരും, അല്ലേ? അവർക്ക് ജോലിയും നോമ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ? അവർ നോമ്പെടുക്കുക. ഇപ്പോൾ ഒരുപാട് ലെങ്തി അവേഴ്സ്, ഇപ്പം UK യിലോ മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലോ ഒക്കെ ഒരുപാട് ദീർഘമുള്ള പകലുകൾ വരും. അപ്പോൾ എന്താ ചെയ്യുക? പകുതി വെച്ച് മുറിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ആ പകൽ എന്തിയോളം നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? നിങ്ങളെടുക്കുക. ഇല്ലേ, നിങ്ങളെ കൊണ്ട് കഴിയൂലേ, നിങ്ങൾ മുറിച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നല്ലാതെ സൗദിയിൽ ഇപ്പോൾ ടൈമായിട്ട് നമ്മൾ മുറിക്കുക. ഇവിടെ സൂര്യൻ നേരെ മേലെ കണ്ടുകൊണ്ടിരിക്കുക. സൂര്യൻ ഖുറൂബാവാതെ അസ്തമിക്കാതെ നോമ്പ് മുറിക്കാൻ പറ്റൂല.
ഇപ്പം നോമ്പ് സമയമാവാതെ മുറിക്കുക എന്ന് പറഞ്ഞതൊരു കുറ്റമാണ്, അതൊരു കുറ്റമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അച്ചാനി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വമഅഹു മലക്കാൻ, 2 മലക്കുകളെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്തേക്ക് വന്നു അലൈഹി മുസ്സലാത്തു വസ്സലാം. എന്നിട്ട് ഒരു പർവ്വതത്തിൻ്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോയി. ആ പർവ്വതത്തിൻ്റെ അരികത്തെത്തിയപ്പോൾ എന്നോട് ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, നബിയെ ഇസ്അദ്, കയറിൻ നബിയെ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എനിക്ക് കയറാൻ പറ്റാത്ത മലയാണ്, കുത്തനെയുള്ള പാറമലകളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കഴിയുന്നില്ലല്ലോ കയറാൻ. അപ്പോൾ പറഞ്ഞു, ഇസ്അദ് ഫഇന്നനാ സനുസഹിലു അലൈക്, നബി നിങ്ങൾ കയറിക്കോളൂ, കയറാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തുതരാം. അങ്ങനെ 3 മലക്കുകളും ഹബീബായി തങ്ങളെ സഹായിച്ച് അവർ കയറുക. ഇത് റുഇയയാണ് കേട്ടോ, സ്വപ്നമാണ്. വറുഇയൽ അംബിയാ വഹ്യുൻ, അംബിയാക്കന്മാർക്കുണ്ടാകുന്ന സ്വപ്നങ്ങളൊക്കെ വഹയാണ്, ദിവ്യബോധനമാണ്. ഫഇന്നഹു തനാമു ഐനായ വലാ യനാമു ഖൽബി വകദാലികൽ അംബിയാ, പ്രവാചകന്മാരുടെ കണ്ണുകളെ ഉറങ്ങൂ, ഹൃദയം ഉറങ്ങുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അങ്ങനെ അങ്ങനെ ആ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ഞാൻ നിൽക്കുമ്പോൾ നരകവാസികളുടെ കരച്ചിൽ ഞാൻ കേട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖുൻ വഅവീൽ, ആർത്ത് നിലവിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, പേടിച്ചുപോയി. ഇങ്ങനെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. ആളുകളുടെ നിലവിളിയാണ്, കൂട്ടമായ കരച്ചിൽ ഞാൻ കേൾക്കുന്നു ആ മലയുടെ മുകളിൽ. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബിയെ അത് കണ്ടോ, നബിയെ അങ്ങത് കണ്ടോ? ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ കവിളുകൾ കൊക്ക കൊണ്ട് ഒരു കുളത്തിട്ടിട്ട് വലിച്ചു കീറി ചോര ചിന്തി കളിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ജിബ്രീലേ എന്താണിത്? അപ്പോൾ പറഞ്ഞു, ഇവർ യുഫ്തിറൂന സുയാമഹും ഖബ്ല തഹില്ലതിഹ, നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിൻ്റെ മുമ്പ് നോമ്പ് മുറിക്കുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഫിത്തന ഉണ്ടാവും. പല പള്ളികളുണ്ടാവും, മത്സരമാണല്ലോ. ആദ്യത്തെ കൊടുക്കണ ബാങ്കിന് ഭയങ്കര സീറ്റായിരിക്കും, ഭയങ്കര ആക്സെപ്റ്റൻസ് ആയിരിക്കും ആൾക്കാർ. ഓനാണ് ആൺകുട്ടി എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, സമയമാണ് 2 മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കും. അപ്പോൾ എല്ലാവരും അവിടെ കൊടുത്തല്ലോ എന്നാൽ നമ്മളും കഴിക്കുക. ചെയ്തുകൂടാതെ ഒക്കെ മനുഷ്യന്മാരാണ്, തെറ്റുപറ്റാം. സമയമായോ ഇല്ലേ എന്ന് കൃത്യമായി നോക്കിയിട്ടേ നോമ്പ് മുറിക്കാൻ പറ്റൂ. വളരെ കുറഞ്ഞ സമയമല്ലേ ഇനി വേണ്ടു. മണിക്കൂറുകളോളം കാത്തു നിന്ന് പിന്നെ 2 മിനിറ്റ് 3 മിനിറ്റിന് എന്തിനെത്ര ധൃതിപ്പെടേണ്ടത്? നോമ്പ് മുറിക്കേണ്ട സമയമായ ഖുറൂബായാൽ അത് ചെയ്യാം. നേരെ മറിച്ച് 4ഉം 5ഉം ബാങ്ക് ഒരുമിച്ച് വരുന്ന ചില ടൗണുകളുണ്ടാവും. അവിടെ 4ഉം 5ഉം ബാങ്ക് ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്യും, സ്മാർട്ടാവാൻ വേണ്ടി എന്ത് ചെയ്യും, വേഗം കൊടുക്കും. അതുപോലെ ലാസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത്താഴത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും, ബാങ്ക് കൊടുത്താലും ഇല്ലെങ്കിലും സമയമായില്ലേ, അതിൻ്റെ ദലാലത്താണ് ബാങ്ക് വിളി. പക്ഷെ അതെന്ത് ചെയ്യും, ചിലർ ലേറ്റാകും. അപ്പോൾ പറയും, ഞാൻ മൂപ്പരപ്പാണ്, എനിക്ക് ആ ബാങ്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ മൂപ്പര ആ സമയത്ത് അതുവരെ തിന്നാണ്, സമയമായിട്ടുണ്ടാവും. ഇതൊക്കെ ഫസാദാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, യുക്തിയും ബുദ്ധിയും വിവേകവും ഒക്കെ ഉപയോഗിക്കണം. അമലിൻ്റെ വിഷയത്തിൽ, ദുനിയാവിൻ്റെ വിഷയത്തിൽ അതൊക്കെ ഉപയോഗിക്കുന്നില്ലേ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ അത് ഉപയോഗിക്കണം. ഖബ്ല തഹില്ലതിഹ, നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിന് മുമ്പ് മുറിക്കുന്ന ആളുകൾ, അവർക്ക് ഇങ്ങനെ ശിക്ഷയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സമയാവാതെ മുറിക്കരുത്. അള്ളാഹു തആല പൂർണ്ണമായിട്ട് ഇതിനെ നിർവഹിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളോട് പറയാൻ, ഇത് മലക്കുകളുടെ സ്വഭാവമല്ലേ, ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, പിന്നെ ഭാര്യയുടെ കൂടെ കിടക്കാതിരിക്കുക, ഇതൊക്കെ മലക്കുകളുടെ സ്വഭാവമാണ്. അള്ളാഹു നമ്മളെ ഒരു ഏഞ്ചലിക് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് കൊണ്ടുപോവുകയാണ്. മലക്കുകളുടെ ഒരു ലോകം, ഒന്നും ചിന്തിക്കാനില്ലാത്ത. റമദാനിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. റമദാനിൽ ഓതുന്ന അത്ര സാധാ ദിവസം ഓതുമോ, അപ്പോൾ തോന്നും ചായ കുടിക്കാൻ, അപ്പോൾ പൂട്ടിച്ച് പോവുക ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഓതിക്കൊണ്ടിരിക്കണത് വെറുതെ തോന്നുന്നു വിശക്കുണ്ടല്ലോ എന്ന്. അപ്പം പിന്നെ തലഭാത്ത് ഓർഡർ ചെയ്തു, അല്ലെങ്കിൽ ഡെലിവറിനെ വിളിച്ചു, അല്ലെങ്കിൽ അവിടെ ഷോപ്പിൽ പോയി, അപ്പം സമയം കഴിഞ്ഞു. നേരെ മറിച്ച് ഇതൊന്നും ചിന്തിക്കാനില്ല. നമ്മൾ ഇനിയിപ്പോൾ സമയം മഗ്‌രിബ് വരെ ഒരു രക്ഷയില്ല. അപ്പോൾ നേരെ കണ്ടിന്യൂസ്ലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓതിക്കൊണ്ടിരിക്കുകയാണ്. റമദാനിൽ ചെയ്യാൻ പറ്റുന്ന പോലെ ഇബാദത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ? റമദാനിൽ ഉറക്കം വളരെ കുറവാണ്, പക്ഷേ നമ്മുടെ ഇബാദത്ത് കൂടും. മാഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എന്തേ നമ്മുടെ ചിന്തകൾ മറ്റൊരിടത്തും പോകുന്നില്ല. റമദാനിൽ ഇൻഷാ അല്ലാഹുൽ അസീസ് വിശുദ്ധമായ ഖുർആനിൻ്റെ ആനിവേഴ്സറിയാണ്, മറക്കല്ലിൻ. ഖുർആൻ എല്ലാവരും ഓതി മുമ്പോട്ടെത്തുമ്പോൾ, ഇപ്പോൾ റമദാൻ 3-4 ദിവസമായിട്ട് എന്താ ഓതിയെന്ന് ചോദിച്ചാൽ ഒന്നും ഓതിയിട്ടുണ്ടാവില്ല. ലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാഹ്. ചില ആൾക്കാർ ഇങ്ങനെ ലേറ്റായി അള്ളാഹു അവരെ ലേറ്റാക്കുമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ പിന്തി ഹത്താ യുഅഖിറഹുമുല്ലാഹ്, അവർ പിന്നെ സ്വർഗത്തിലേക്ക് വരുമ്പോഴും ബാക്കിലായിരിക്കും. അവരെ അള്ളാഹു ലേറ്റാക്കി കളയും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പെട്ടുപോകരുത്. അതുകൊണ്ട് സാബിഖ്, ഇതൊരു സിബാഖാണ്.
വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജൻ. ഇനിയൊരു അവസരം അള്ളാഹു സ്വർഗം കിട്ടാൻ നമുക്ക് തന്നില്ല എന്ന് വരും, ഇനിയൊരു അവസരം ഉണ്ടായില്ല എന്ന് വരും. ഇത് ലാസ്റ്റ് ചാൻസാണ്. നമ്മൾ പറയില്ല ഇത് ലാസ്റ്റ് ബസ്സായിരിക്കും, ഇത് ലാസ്റ്റ് ബസ്സായിരിക്കും. എൻ്റെ തൊട്ട് മുമ്പത്തെ ബസ്സിന് പോയാൽ ആ ബസ് ടയർ കേടുന്ന അടുത്ത ബസ്സെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ലാസ്റ്റ് ബസ്സാണ്, ഇതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് മനസ്സിലാക്കണം. ഒരു ഗ്യാരണ്ടിയുമില്ല. എന്തെങ്കിലും തരത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്ന സമയം ഒരു അമലുമില്ലാതെ നമ്മൾ എത്തുകയാണെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കും അത്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ റമദാൻ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് ഇൻഷാ അള്ളാഹ് ഒരുപാട് നന്മകൾ കൂടാനുള്ള അവസരമാവണം. തെറ്റുകളിലേക്ക് അകപ്പെട്ടു പോയ ആളുകൾക്ക് തൗബ ചെയ്ത് കഴുകി ശുദ്ധിയായി ഈ റമദാനോടുകൂടെ മറ്റൊരു വിശുദ്ധമായൊരു ജീവിതം തുടങ്ങാനുള്ള തൗഫീഖ് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉംറത്തുൻ ഫി റമദാന തഅദിലു ഹജ്ജത്തൻ മഈ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയുന്ന ആളുകൾക്കൊക്കെ റമദാനിൽ ഉംറക്ക് പോവുക. ഒരുപാട് വിഷയങ്ങൾ ഈസിയാണ്. ഉംറ